ഹായ് ഹലോ. അപ്പോൾ ഒരു അര കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റവയാട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം റവയാണ് ചേർക്കുന്നത്. അര കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടീസ്പൂൺ റവ മതിയാവട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിം ഇട്ട് ഇളക്കിയെടുത്തിട്ട് കളറൊന്ന് മാറ്റിയെടുക്കണം. ആ ഒരു റവയുടെയും നമ്മളെ ഗോതമ്പ് പൊടിയുടെയൊക്കെ ആ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവുമല്ലോ ഗോതമ്പ് പൊടിയുടെ, അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗീ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി, പക്ഷേ ഗീ ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂലേ. അപ്പം ഗീ തന്നെ ചേർക്കുകയാണെങ്കിൽ അതായിക്കോട്ടെ നല്ലത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഒരു ഗീയൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ഗോതമ്പൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലോ. ഇനി ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, അപ്പോൾ നന്നായിട്ട് അങ്ങ് കളർ മാറി വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ നെയ്യൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് വറുത്തെടുത്ത പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ശർക്കര, വെള്ളം ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. ഇനി മധുരത്തിന് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവേ. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയേ. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ 2 ഏലക്കായ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ തേങ്ങ ചേർക്കുന്നുള്ളൂ. നമ്മൾ അര കപ്പ് ഗോതമ്പ് പൊടിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ തേങ്ങ ചേർത്താൽ മതിയാവും. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 4-5 ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് പാലാട്ടോ ചേർക്കുന്നത്. അര കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ പാകത്തിന് നമുക്കിതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അര കപ്പ് പാൽ തന്നെ എടുത്തിട്ടുണ്ട്. അര കപ്പ് ഗോതമ്പ് പൊടിയും 2 ടീസ്പൂൺ റവയും ചേർത്തിട്ടുണ്ട്. അതിന് നമ്മളിപ്പം അര കപ്പ് പാലാട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു പാത്രമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വട്ടത്തിലൊന്ന് റൗണ്ടാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ പാനിലോ എന്തിലാന്ന് വെച്ചാൽ വെച്ചിട്ട് അതൊന്ന് 2 സൈഡൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതിയേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ ആദ്യം ഞാനിപ്പം കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ച് എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ബദാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ബദാം ഇല്ലയെന്നുണ്ടെങ്കിൽ കാഷ്യൂ ആയാലും മതി കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ പീനട്ട്സ് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഉണ്ടാനി. അപ്പം നമ്മളിതാ അതും കൂടി ചേർത്തിട്ട് കൈ വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. അതിലതങ്ങ് പിടിച്ച് കിട്ടാനാട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിനൊന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂടാൻ പാടില്ല കേട്ടോ, ആകെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. സൈഡ് ഭാഗം നന്നായിട്ട് മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളർന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, ചെറുതായിട്ടൊന്ന് കളർന്ന് മാറ്റിയെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം ഒരു മിനിറ്റ് ഒന്നും ആവശ്യമില്ല. എന്നാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നോളും. അപ്പോൾ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പം ആ ഒരു തേങ്ങയുടെ സ്മെല്ലൊക്കെ അങ്ങ് വരുവേ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടേ.
അപ്പോൾ ഇനി നമുക്ക് നോക്കാം കേട്ടോ. ആ ഒരു ഭാഗം ഒന്ന് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കായാൽ മതി. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ നന്നായിട്ടങ്ങ് കട്ടിയായി പോകും. ഇപ്പോൾ കട്ടിയാകാതെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. നമുക്ക് കാണുന്നതിലും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഒരു മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കി എന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.